എവിടെ നോക്കിയാലും സെൽഫോൺ യൂസേഴ്സിനെ കാണാൻ കഴിയുന്ന കാലമാണിത്. അധികം ആളുകളും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഈസി ടു യൂസ്. ഒന്നോ രണ്ടോ ടച്ചുകൾ കൊണ്ട് നമുക്ക് പാട്ടുകൾ കേൾക്കാം, ഗെയിമുകൾ കളിക്കാം, വീഡിയോ കാണാം. അതുകൊണ്ട് തന്നെ അധികം ആളുകളും മൊബൈൽ ഫോണിന് അഡിക്റ്റഡ് ആണ്. ഒരു സിഗരറ്റ് പാക്കിൽ അത് ക്യാൻസറിന് കാരണമാകും എന്ന് എഴുതി വെച്ചതുപോലെയാണ് മൊബൈൽ ഫോണിൻ്റെ കാര്യവും. ആ സെൽഫോൺ എന്ന പേരിൽ നിന്ന് തന്നെ അത് നമ്മളെ ലോക്കാക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ ട്രാപ്പിലാക്കുന്ന ഒന്നാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാം. നമുക്കിനി മൊബൈൽ ഫോൺ യൂസേഴ്സിൻ്റെ ചില കോമൺ സ്വഭാവങ്ങൾ നോക്കാം. നമ്മൾ ഉറക്കമുണർന്ന ഉടനെ തന്നെ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്യും. ഇനിയിപ്പോൾ വല്ല നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ഇനിയിപ്പോൾ ഒരു നോട്ടിഫിക്കേഷനും വന്നിട്ടില്ലെങ്കിലും മണിക്കൂറുകളോളം മൊബൈൽ ഫോൺ സ്ക്രോൾ ചെയ്യുന്ന വ്യക്തികളാണ് നമ്മൾ. ചിലവർക്ക് മൊബൈൽ ഫോൺ അടുത്തില്ലെങ്കിൽ അസ്വസ്ഥത വരെ തോന്നാറുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളിലും ഉണ്ടെങ്കിൽ നിങ്ങളും സൂക്ഷിക്കുക. കാരണം നിങ്ങളും ഒരു മൊബൈൽ ഫോൺ അഡിക്റ്റഡ് ആവാം. മൊബൈൽ ഫോൺസും അതിലെ ആപ്ലിക്കേഷൻസും ഇത്രയും ഫീച്ചേഴ്സും റിയൽ എക്സ്പീരിയൻസും തരുന്നത് നമ്മളെ അതിൻ്റെ ട്രാപ്പിൽപ്പെടുത്താൻ തന്നെയാണ്. എല്ലാ ദിവസവും പല പല ആപ്പുകളിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോ ആപ്പിൽ എത്രത്തോളം സമയം ചെലവഴിക്കുന്നുവോ അത്രത്തോളം ഓരോ കമ്പനിയുടെയും ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ ഏണിംഗ് ത്രൂ ദിസ്. തീർച്ചയായും മൊബൈൽ ഫോൺ അഡിക്ഷൻ നമ്മൾ മാറ്റേണ്ടതുണ്ട്. മൊബൈൽ ഫോൺ അഡിക്ഷൻ്റെ ദോഷങ്ങൾ എന്തെന്ന് നമുക്ക് നോക്കാം. യെസ്, മൊബൈൽ ഫോൺ കൊണ്ട് കുറേ അധികം ഗുണങ്ങളുണ്ട്, എന്നാൽ അതിലേറെ ദോഷങ്ങളാണ് ഉള്ളത്. നമ്മളെല്ലാവരും ഹാപ്പി, ഹെൽത്തി, ടെൻഷൻലെസ് ലൈഫാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ മൊബൈൽ ഫോൺ അഡിക്ഷൻ അത് നമുക്ക് മെൻ്റലി ആൻഡ് ഫിസിക്കലി പ്രോബ്ലംസ് ഉണ്ടാക്കും. നമ്പർ 1 റിലേഷൻഷിപ്പാണ്. എല്ലാ റിലേഷൻഷിപ്പിൻ്റെയും ബേസിക് ഫാക്ടർ കമ്മ്യൂണിക്കേഷനാണ്. അധികം ആളുകൾക്കും എത്ര വേണമെങ്കിലും മെസ്സേജ് അയക്കാം, പക്ഷേ നേരിട്ട് സംസാരിക്കാൻ കഴിയില്ല. അവർ ഫാമിലിയും ഫ്രണ്ട്സുമായുള്ള ഹാപ്പിയസ്റ്റ് മൊമെൻറ്റിനെ സ്പെൻഡ് ചെയ്യാതെ ഏത് നേരം ഫോണിലായിരിക്കും. അത് റിലേഷൻഷിപ്പിനെ വളരെയധികം ബാധിക്കും. നമ്പർ 2 ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ. അധികം നേരം മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് ഏതൊരു കാര്യത്തിലും ഫോക്കസും കോൺസെൻട്രേഷനും കിട്ടുകയില്ല. അത് സ്റ്റഡീസ് ആയാലും മറ്റ് ആക്ടിവിറ്റീസ് ആയാലും അത് നമ്മളെ കരിയറിനെ തന്നെ വളരെയധികം ബാധിക്കും. നമ്പർ 3 ഡിപ്രഷൻ. സ്റ്റഡീസ് പറയുന്നത് മൊബൈൽ ഫോൺ അധിക സമയം യൂസ് ചെയ്യുന്നവർ ഡിപ്രഷനിലോട്ട് കടക്കാൻ ചാൻസസ് ഉണ്ടെന്ന്. ഫോൺ നമുക്ക് ഐ സ്ട്രെയിൻ, ഷോൾഡർ പെയിൻ, ബാക്ക് പെയിൻ തുടങ്ങിയ പല ഫിസിക്കൽ പ്രോബ്ലംസും വരുത്തിവെക്കുന്നു. ഇത് നമ്മളെ പോസ്ചറിനെ തന്നെ വളരെയധികം ബാധിക്കുന്നു. ഇത്രയും മെൻ്റലി ആൻഡ് ഫിസിക്കലി ബാധിക്കുന്ന മൊബൈൽ ഫോൺ ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത്. പക്ഷേ നമ്മൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ മൊബൈൽ ഫോൺ അഡിക്ഷൻ ഓവർകം ചെയ്യും? നമ്പർ 1 സെൽഫ് ഒബ്സർവേഷൻ. നമ്മൾ ഒരു മൊബൈൽ ഫോൺ അഡിക്റ്റ് ആണോ അല്ലയോ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു ദിവസത്തെ സ്ക്രീൻ ടൈം നോക്കിയാൽ തന്നെ നമുക്കിത് മനസ്സിലാക്കാം. സ്റ്റഡീസ് പറയുന്നത് ഒരാൾ 5-ലധികം മണിക്കൂർ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ മൊബൈൽ ഫോണിനോട് അഡിക്റ്റഡ് ആണ്. ബട്ട് മെഡിക്കൽ സ്റ്റഡീസ് പറയുന്നത് 2 മണിക്കൂറിലധികം മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകുമെന്നാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ്, സ്വയം ഈ അഡിക്ഷനിൽ നിന്ന് ഓവർകം ചെയ്യണം എന്നൊരു തീരുമാനമുണ്ടാകണം. നമ്പർ 2 യൂസ് ടൈം പ്രൊഡക്റ്റീവ്ലി. മൊബൈൽ ഫോണിലിരുന്ന് സമയം ചെലവഴിക്കുന്നതിന് പകരം നമ്മളെ സ്കിൽ ഡെവലപ്മെൻറ്റിനും സ്റ്റഡി ആക്ടിവിറ്റീസിനും അത് യൂസ് ചെയ്യുക. അത് നമ്മളുടെ പേഴ്സണാലിറ്റി ആൻഡ് കരിയർ ഡെവലപ്മെൻറ്റിന് തന്നെ ഹെൽപ്ഫുൾ ആകും. നമ്പർ 3 യൂസ് ഇൻ എ ഹാർഡ് മോഡ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു മൊബൈൽ ഫോൺ ഇറ്റ് ഈസ് വെരി ഈസി ടു യൂസ്. അത് ചേഞ്ച് ചെയ്ത് ഹാർഡ് ടു യൂസ് ആക്കണം. അതിന് ഫിംഗർ പ്രിൻറ്റ്, ഫേസ് റെക്കഗ്നൈസേഷൻ ലോക്കുകൾ മാറ്റി 10 or 15 ഡിജിറ്റുള്ള പിന്നുകൾ സെറ്റ് ചെയ്യുക. എപ്പോഴും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പോലുള്ള ആപ്ലിക്കേഷൻസിനും ഇതുപോലെ സ്ക്രീൻ ലോക്ക് സെറ്റ് ചെയ്യുക. അത് ഫ്രീക്വൻ്റായി മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആകും. നമ്പർ 4 യൂസ് ഇൻ ഗ്രേ സ്കെയിൽ മോഡ്. അധികം ആളുകളും യൂസ് ചെയ്യുന്ന വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പോലുള്ള ആപ്ലിക്കേഷനുകൾ അത്രയും കളർഫുൾ ആയിട്ടാണ് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. ബിക്കോസ് ഈ കളർഫുൾനെസ് നമ്മളുടെ ബ്രെയിനിൽ ഫീൽ ഗുഡ് ഹോർമോൺ വർദ്ധിപ്പിക്കും. അത് ആ ആപ്പുകളിൽ കൂടുതൽ നേരം സമയം ചെലവഴിക്കുന്നതിന് കാരണമാകും. ഗ്രേ സ്കെയിൽ മോഡ് യൂസ് ചെയ്യുമ്പോൾ അത് ഫീൽ ഗുഡ് ഹോർമോണിൻ്റെ ഗ്രോത്ത് കുറക്കും. അത് കുറേ നേരം സമയം സ്പെൻഡ് ചെയ്യുന്നത് കുറക്കാൻ സാധ്യമാകും. നമ്പർ 5 സ്വിച്ച് ഓഫ് ദി നോട്ടിഫിക്കേഷൻ. അധികം ആളുകളും മൊബൈൽ ഫോണിലോട്ട് തിരിയുന്നത് നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടാണ്. ആവശ്യമുള്ള ചാറ്റ്സുകൾക്കും ആപ്ലിക്കേഷൻസിനും മാത്രം നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടുക. ബാക്കിയുള്ളതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ബേസിക്കായി വേണ്ടത് സ്വയമായ ഒരു തീരുമാനമെടുക്കലാണ്. സ്വയമായ ഒരു തീരുമാനമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഹോപ്പ് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.